നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അമ്മ കഥ തുടങ്ങിയോ? അല്ലാതെ ഇവന് ഉറങ്ങില്ലല്ലോ മോളെ. അമ്മേ ഇതാ വെള്ളം. മോനെ ചെറിയമ്മ വേറെ തരാം. നീ എന്റെ അമ്മയെ കൊല്ലാൻ പോവാണോ? ഹരിയേട്ടൻ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നത്? അമ്മയെ കൊല്ലോന്ന് ഞാൻ പറഞ്ഞോ? ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാ അതോടെ തീർന്നുവല്ല. ഹരിയേട്ടന്റെ അമ്മയെ കൊല്ലണോന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ നിന്റെ ഐഡിയ? ഹരിയേട്ടാ, നമുക്ക് അമ്മ കഴിക്കുന്ന ആഹാരത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ ബോധം കിടന്ന് മരുന്ന് കലർത്താം. അത് കലർത്തി കൊടുത്താ അമ്മ ബോധം കെട്ട് വീഴും. അമ്മ ബോധം കെട്ട് കിടപ്പിലായ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ എന്തായാലും കല്യാണം നടക്കില്ലല്ലോ. അങ്ങനെ കല്യാണം മുടങ്ങും. തൽക്കാലം കല്യാണം മുടങ്ങിയാ പോരെ? അപ്പൊ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അന്നേരം നമുക്ക് ദേവികയെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കാം. അല്ല, ഈ പ്ലാൻ വിജയിക്കൂ? അതെനിക്ക് വിട്ടേക്ക്. മുത്തശ്ശി, എന്താ കുട്ടാ? മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നല്ല കുട്ടിയല്ലേ. കഥയോ? ഈ നേരത്താണോ പറയുന്നേ? എനിക്കിപ്പോ തന്നെ കഥ കേൾക്കണം. സിദ്ധുമോ നല്ല കുട്ടിയല്ലേ. എനിക്ക് കഥ പറഞ്ഞു താ മുത്തശ്ശി. എന്താ കുട്ടാ ഇത്? എന്താ കുട്ടാ ഇത്? നല്ല കുട്ടിയല്ലേ, സമാധാനിക്ക്. കുട്ടാ വന്നേ, ഈ ഡ്രസ്സൊക്കെ മാറണ്ട. വേണ്ട, എനിക്കൊന്നും മാറണ്ട. എനിക്ക് കഥ കേൾക്കണം മുത്തശ്ശി. എന്താ മോനെ ഇത്? ദേ അമല് വിളിക്കുന്ന കേട്ടില്ലേ? ചെന്ന് അമലിന്റെ കൂടെ പോയി ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടിയായിട്ടിരുന്നേ. വേണ്ട, എനിക്ക് കഥ കേട്ടാ മതി. എനിക്ക് കഥ പറഞ്ഞ് താ മുത്തശ്ശി. എനിക്ക് കഥ കേൾക്കണം. നല്ല കുട്ടികൾ ഇങ്ങനെ പറയില്ലല്ലോ. എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം. മോനിപ്പോ മുത്തശ്ശി പറയുന്നത് അനുസരിക്ക്. പോയി ഡ്രസ്സൊക്കെ മാറി വന്ന കഥയൊക്കെ മോന്റെ മുത്തശ്ശി, മോന്റെ മാലാഖ വന്ന ശേഷം മോന് പറഞ്ഞു തരും. അത് അപ്പോഴല്ലേ, എനിക്ക് ഇപ്പോഴാ കഥ കേൾക്കണ്ടേ. ആഹാ, ഇത് കൊള്ളാലോ. കല്യാണ ചെറുക്കനാണോ കഥ കേൾക്കണോന്ന് പറഞ്ഞ് കൊഞ്ചുന്നത്? മോനെ, ഇങ്ങനെ കുട്ടിക്കളി കളിച്ചിരിക്കാതെ ഡ്രസ്സൊക്കെ മാറി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക. ചെല്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് കഥ കേൾക്കണം. മോനെ, മോൻ പറയുന്നൊന്ന് കേക്ക്. മുത്തശ്ശി ക്ഷീണിച്ചു വന്നിരിക്കുവല്ലേ, മുത്തശ്ശിക്ക് ഉറങ്ങണ്ടേ? മോൻ റൂമിലേക്ക് ചെന്നേ. വേണ്ട, ഞാൻ പോവില്ല. മോൻ ചെന്നേ. സിദ്ധുനെ നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടിയെ. ചെല്ല്. അമ്മ എന്താ ചുമക്കുന്നേ? ഒന്നുമില്ല മോളെ. അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. തൊണ്ട വരണ്ടോണ്ടാവും ചുമക്കുന്നേ. ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട മോളെ. അമലേ, നീയും പൊയ്ക്കോ. മായ വന്നിട്ട് സിദ്ധുവിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി. കഥ പറഞ്ഞു താ മുത്തശ്ശി. ശരി, എന്നാ കഥ പറഞ്ഞ ഉമ്മ മിടുക്കനായിട്ടിരിക്കും.
ഇത് ഇത് അബദ്ധമാവോ? ഹരിയേട്ടൻ എന്താ ഒരു ധൈര്യം ഇല്ലാത്തെ? അല്ല, ആള് വടിയായി പോയാ? ഇല്ല, ഒന്നും സംഭവിക്കൂലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്കൊരു ബോധക്കേടുണ്ടാവും, അത്രേ ഉള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. ഹരിയേട്ടൻ എന്തെന്നെ വിശ്വാസമില്ലേ? അല്ല, വിശ്വാസമാണ്. എന്നാലും ഒരു ടെൻഷനും വേണ്ട. കല്യാണം മുടക്കുക എന്നല്ലേ നമ്മുടെ ലക്ഷ്യം. അത് നടന്നിരിക്കും. ഹരിയേട്ടൻ വാ. രണ്ടു കൂട്ടുകാരുടെ കഥ പറയട്ടെ. മല്ലനും മാധേവനും നല്ല കൂട്ടുകാരായിരുന്നു. ഒരുമിച്ചുണ്ണും, ഒരുമിച്ചുറങ്ങും, ഒരുമിച്ച് ജോലി ചെയ്യും, എല്ലാം അവരൊരുമിച്ച് ചെയ്യും. ആ കാടാണെങ്കിൽ നിറയെ വന്യമൃഗങ്ങളുള്ള കാടായിരുന്നു. ആ എല്ലാ മൃഗങ്ങളും, സിംഹം, ആന, കരടി, പെട്ടെന്ന് ദൂരെ നിന്നൊരു കരടി വരുന്നത് കണ്ടു. എന്താ അമ്മ, കഥ തുടങ്ങിയോ? അല്ലാതെ ഇവന് ഉറങ്ങില്ലല്ലോ മോളെ. അമ്മേ, ഇതാ വെള്ളം. മോനെ ചെറിയമ്മ വേറെ തരാം. എടാ, നീ അത് കുടിച്ചോ? അവനത് കുടിച്ചോട്ടെ, നല്ല ദാഹം ഉണ്ടാവും. എന്താ എന്താടാ കുട്ടായി നീ കാണിച്ചേ? ഈ വെള്ളം കൊള്ളില്ല മുത്തശ്ശി, ഇതിനൊരു ടേസ്റ്റ് ഇല്ല. ഇത് ചൂടുവെള്ളല്ലേ മോളെ? അതേമ്മേ, ഞാനിപ്പൊ തിളപ്പിച്ചാറ്റി കൊണ്ടുവന്നതാ. ചൂടുവെള്ളത്തിന് അല്ലെങ്കിൽ എന്ത് ടേസ്റ്റാ മോനെ ഉള്ളത്? ഇതിനൊരു കയ്പ മുത്തശ്ശി. കയ്പോ? ഇങ്ങോട്ട് വന്നേ. അതെവന് വെറുതെ തോന്നാ അമ്മേ. അമ്മയ്ക്ക് ഞാൻ വേറെ വെള്ളം കൊണ്ടുതരാം. എനിക്കിനി ഒന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.